ഞാൻ ശ്രീരാജ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചാണ്. പ്രോട്ടീൻ പൗഡറുകൾ എങ്ങനെ ചൂസ് ചെയ്യാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ജിമ്മിൽ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അതുപോലെ ജിമ്മിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും. അപ്പം നമുക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഇപ്പോഴുള്ള ആൾക്കാർക്കില്ല, പണ്ടുള്ള ആൾക്കാർക്ക് പിന്നെ ഇച്ചിരി പേടിയുള്ള ഒരു കാര്യം പ്രോട്ടീൻ പൗഡർ എന്ന് കേൾക്കുമ്പോഴേ ഏതാണ്ട് ഭയങ്കര മാരക വിഷമ എന്നുള്ള രീതിയിലാണ് പ്രോട്ടീൻ പൗഡറിനെ പണ്ടുള്ള നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഏതാണ്ട് മാരക വിഷം കലക്കി കുടിക്കുക എന്നുള്ള രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ നമ്മുടെ അതിന്റെ ഒരു റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ നമുക്ക് ബോഡിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ സ്ട്രെങ്തിനും എനർജിക്കും പിന്നെ അവരുടെ ബോഡി ബിൽഡ് ചെയ്യാനും 100% പ്രോട്ടീൻ അത്യാവശ്യമാണ്. നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ പ്രോട്ടീൻ യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എങ്കിലേ നിങ്ങൾക്ക് അതിനുള്ള രീതിയിലുള്ള ഇത് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. നിങ്ങൾ ഈ ഫുഡിൽ നിന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോട്ടീനാണ് ഇല്ലുന്നത്. അപ്പം നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് ഫുൾ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ഒരു ഫുഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു ക്വാണ്ടിറ്റി പ്രോട്ടീൻ്റെ അളവ് തന്നെ നിങ്ങൾക്ക് ബോഡിയിലേക്ക് എത്തണം. അതിനനുസരിച്ചുള്ള ഫുഡ് ചിലപ്പോൾ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, പഠിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാത് സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അതിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിക്കാം. അതിപ്പം വേയുടെ ഒക്കെ പ്രോട്ടീൻ പൗഡർ ആണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണേലും കഴിക്കാം, അത് ഇന്നാരെന്നൊന്നുമില്ല, ആർക്ക് വേണേലും കഴിക്കാവുന്നതാണ്. ലേഡീസിനായാലും ബോയ്സിനായാലും എല്ലാം കഴിക്കാവുന്ന കാര്യം തന്നെയാണ് വേ പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ. അതിന് തന്നെ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം നമ്മൾ പ്രോട്ടീൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇതിൻ്റെ ഫേക്ക് പ്രൊഡക്റ്റുകളും നിറയെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളുടെയും ഫേക്ക് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ബ്രാൻഡുകളൊക്കെ ബ്രാൻഡ് ലേബൽ ചെയ്ത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം നല്ല രീതിയിൽ അവൈലബിൾ ആണ്. ഇപ്പം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ പോലും അതേ സെയിം അവസ്ഥയാണ്, അവിടെയും ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും നമുക്ക്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടും എപ്പോഴും നിങ്ങൾ അത് അവെയർ ആയിരിക്കണം. അപ്പം നമുക്ക് നല്ലൊരു പ്രോട്ടീൻ എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് 2-3 ട്രിക്സ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ പ്രോട്ടീൻ ചൂസ് ചെയ്യുമ്പോൾ ആ പ്രോട്ടീൻ പൗഡറിൻ്റെ ഒരു ക്യാനിൻ്റെ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക. ഫസ്റ്റ് മെത്തേഡാണ്. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സൈറ്റിൽ പോയിട്ട് ആ പ്രൊഡക്റ്റ് ജെനുവിനാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് QR കോഡാണ്. അപ്പം QR കോഡ് നിങ്ങൾ മസ്റ്റായിട്ട് ഒരു പ്രോട്ടീൻ വാങ്ങിക്കുമ്പോൾ അത് സ്കാൻ ചെയ്തുകൊണ്ടേ നിങ്ങൾ വാങ്ങിക്കാവും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ സീൽഡ് ആയിരിക്കും. നമ്മുടെ ഈ അടപ്പിൻ്റെ ഭാഗം ഇങ്ങനെ കംപ്ലീറ്റ് സീൽഡ് ആയിരിക്കും. ആ സീല് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് ഒരു സീലിംഗ് കൂടെ കാണും, 2 സീലിംഗ് കാണും ഇതിനകത്ത്. അപ്പം അതൊരു രണ്ടാമത്തെ മെത്തേഡാണ്. പിന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ്. അത് ചിലപ്പോൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ടേസ്റ്റ് അറിയണമെന്നില്ല. ഒറിജിനലിൻ്റെ ടേസ്റ്റും സ്ഥിരം ഉപയോഗിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കണ്ടുപിടിച്ച് അറിയാൻ പറ്റൂ. പിന്നെ നിങ്ങളൊരു പർട്ടിക്കുലർ ഒരു ബ്രാൻഡ് തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം അതിൻ്റെ ടേസ്റ്റ് അറിയാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവും. അപ്പം വേറൊരു ടേസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം ടേസ്റ്റിൻ്റെ ഇത്. നാലാമത്തേത് വേ പ്രോട്ടീൻ ആണെങ്കിൽ ഉള്ള ഗുണമാണ്. പ്രോട്ടീനിൽ തന്നെ ഗെയിനറും ഉണ്ട്, വേയും ഉണ്ട്. അതിലെ വേ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്, ഒരു കുപ്പി ഗ്ലാസ്സോ വല്ലതും എടുത്തിട്ട് അതിനകത്ത് വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചിട്ട് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ അതിലോട്ട് ഇടുക. അപ്പം എന്നിട്ട് നിങ്ങൾ ഇളക്കുകയൊന്നും ചെയ്യരുത്, ജസ്റ്റ് നോക്കുക. പെട്ടെന്ന് തന്നെ അത് വെള്ളവുമായിട്ട് പെട്ടെന്ന് മിക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പെട്ടെന്ന് അത് മിക്സായി വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് താഴേക്ക് ഇതിങ്ങനെ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് ഇതുമായിട്ട് അലിഞ്ഞ് ചേരുവാണെന്നുണ്ടെങ്കിൽ അത് നാച്ചുറൽ ആയിരിക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആയിരിക്കും. എന്നാൽ അത് അലിഞ്ഞ് ചേരാതെ ഇങ്ങനെ കട്ട പിടിച്ച് മുകളിൽ തന്നെ അങ്ങനെ കിടക്കുക, അല്ലെ നമ്മളൊന്ന് മിക്സ് 2 രീതിയിൽ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കെമിക്കലുണ്ട്, അത് ജെനുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റും ആയിരിക്കത്തില്ല. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രോട്ടീൻ എടുക്കുമ്പം എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കുക.
എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിലെ എല്ലാ വീഡിയോസിനകത്തും കാണും, നിങ്ങൾ വേ പ്രോട്ടീൻ ഇടുക, വേ പ്രോട്ടീൻ ഇടുക, വേ പ്രോട്ടീൻ ഇടുക എന്ന് പറഞ്ഞിട്ട് എല്ലാ വീഡിയോസിലും കാണും. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ എടുക്കുക, അതേ ഞാൻ പറയത്തുള്ളൂ. കാരണം വേ ഒരു നല്ല പ്രോട്ടീനാണ്, യെസ്, അത് നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്, നല്ലൊരു പ്രോട്ടീനാണ്, ആർക്കും കഴിക്കാൻ പറ്റുന്നൊരു പ്രോട്ടീനാണ്. പക്ഷേ നിങ്ങൾ ആസ് എ ബോഡി ബിൽഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വേണം ഇതെടുക്കാൻ, പ്രോട്ടീൻ എടുക്കാൻ. കാരണം വേ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ വർക്കാവുന്നൊരു പ്രൊഡക്റ്റ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണോ അതനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. നിങ്ങൾ ഇച്ചിരി ബൾക്കാക്കണം എന്ന് വെച്ചാൽ തീരെ സൈസ് കുറഞ്ഞ ആൾക്കാരാണ് നിങ്ങളെന്നിരിക്കട്ടെ, എന്ന് വെച്ചാൽ മെലിഞ്ഞ ആൾക്കാരാണ് എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിച്ചെന്ന് വേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കത്തില്ല. വേയിലുള്ളൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതപ്പം നിങ്ങൾ അതിൽ ചിലപ്പോൾ സാറ്റിസ്ഫൈ ആയിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മെലിഞ്ഞ ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ബൾക്കാക്കണം, നിങ്ങൾക്ക് സൈസ് കയറണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളൊരു മാസ് ഗെയിനർ എടുക്കുക. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. നിങ്ങൾക്ക് നല്ല ബ്രാൻഡിൻ്റെ തന്നെ, നല്ല ബ്രാൻഡിൻ്റെ ഓണുണ്ട്, MB ഉണ്ട്, BM ഉണ്ട്, അങ്ങനെ നല്ല ബ്രാൻഡുകളുണ്ട്. ഏതെങ്കിലും നല്ല ബ്രാൻഡുകളുടെ ഒരു നല്ല പ്രോട്ടീൻ എടുക്കുക, നല്ല ജെന്യുവൻ പ്രോട്ടീൻ നോക്കി എടുത്തിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പം നിങ്ങൾ മെലിഞ്ഞ ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് ബൾക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഗെയിനർ തന്നെ എടുക്കുക. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഫുഡും നല്ല ഡയറ്റും അത്യാവശ്യം നല്ല റെസ്റ്റും കറക്റ്റ് റെഗുലറായിട്ടുള്ള വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. അതിൽ ഒരു പ്രോട്ടീനെ അല്ലെ ഒരു മെഡിസിനെ ഒരു മറ്റ് സംഭവങ്ങളൊന്നും നിങ്ങൾ പെട്ടെന്ന് നിങ്ങളങ്ങ് ബൾക്കാക്കുക, അല്ലെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് സൈസ് ആക്കണം എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ പോകരുത്. നിങ്ങൾ അതിനൊരു ടൈം കൊടുക്കണം, കറക്റ്റായിട്ട് നിങ്ങൾ അതിനൊരു ടൈം കൊടുക്കണം. കാരണം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ ഒരു ടൈം വേണം. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഫുൾ ബോഡി കയറ്റണം എന്ന്, അല്ലെ ഒരു മാസം കൊണ്ട് ഫുൾ ബോഡി കയറ്റണം എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരിക്കലും പോകരുത്. അങ്ങനെ കയറത്തില്ലെന്തോ. നല്ലപോലെ കഷ്ടപ്പെട്ടേലേ ബോഡി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ആർക്കും സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു സംഭവമേ അല്ല ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടേലേ പറ്റും. അതിന് ചിലപ്പം മാസങ്ങൾ വേണ്ടി വരും. അപ്പം നല്ല ഡയറ്റും ഇതൊന്നും ഫോളോ അപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർഷങ്ങൾ വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോഡി ഒന്നും കയറത്തില്ല. നിങ്ങൾ ഡയറ്റ് മസ്റ്റാണ്. ഏത് വർക്കൗട്ട് എടുത്തും ഡയറ്റ് മസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ റെസ്റ്റും നമുക്ക് നല്ല രീതിയിൽ വേണം. അതും ഡയറ്റും റെസ്റ്റും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്താലേ പറ്റൂ. പിന്നെ നമുക്ക് പ്രോട്ടീൻ സോഴ്സും നമുക്ക് നല്ല രീതിയിൽ വേണം. കാരണം നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പം നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോട്ടീനിൻ്റെ കൂടെ വരണം. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ക്ഷീണവും തളർച്ചയും മസിൽ ലോസും ഒക്കെ ഇഷ്ടം പോലെ രീതിയിൽ നമുക്ക് സംഭവിക്കാം. അപ്പം അതിന് നമുക്ക് ഫുഡിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റിന്റെ അളവിലെങ്കിലും നമുക്ക് ഏറ്റവും മിനിമം കണക്ക് ബോഡി വെയ്റ്റിന്റെ കണക്കിലെങ്കിലും വേണം. ബോഡി വെയ്റ്റ് ഇൻറ്റു 2 ആണ് സത്യം പറഞ്ഞാൽ ബോഡി ബിൽഡേഴ്സിന് പറയുന്നത്, നല്ല രീതി ബോഡി ബിൽഡേഴ്സിന് പറയുന്നത്. പക്ഷെ എന്നാലും ബോഡി വെയ്റ്റിന്റെ ലെവലിലെങ്കിലും നമുക്ക് ഇപ്പം 78 കിലോ ഉള്ള ഒരാളാണ്, അല്ലെ 70 കിലോ ഉള്ള ഒരാളാണ്, 70 ഗ്രാം പ്രോട്ടീൻ എങ്കിലും നമ്മുടെ ബോഡിയിലേക്ക് ഒരു ദിവസം നമുക്ക് എത്തണം. ആ രീതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഫുഡിൽ നിന്ന് ചിലപ്പം ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഫുഡിൽ നിന്ന് ലോഡ് ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് വരും. അപ്പം നമുക്കൊരു 50 ഗ്രാം വരെ പിന്നെ പ്രോട്ടീൻ എത്തിയുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നമുക്ക് ബോഡി ആ ഒരു വെയിറ്റിന് അനുസരിച്ച് പ്രോട്ടീൻ അച്ചീവ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും പ്രോട്ടീൻ പൗഡർ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് പ്രോട്ടീൻ പൗഡറും ജിമ്മിൽ പോകുന്നവർക്ക് മസ്റ്റായിട്ട് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. പിന്നെ ഫുഡ് കൊണ്ട് തന്നെ അത് അച്ചീവ് ചെയ്യുന്ന ആൾക്കാർ ചുരുക്കം ചിലർ അത് ഉണ്ട്. അങ്ങനെ ഫുഡിൽ നിന്ന് തന്നെ അച്ചീവ് ചെയ്യുന്നവരുണ്ട്. അപ്പം അവർക്ക് ബഡ്ജറ്റ് അതിനനുസരിച്ച് കൂടുതലായിരിക്കും. കാരണം നമുക്ക് ക്ലീൻ ഡയറ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള എമൗണ്ടിൽ ബഡ്ജറ്റും ആവുന്നുണ്ട്. അപ്പം ബോഡി ബിൽഡേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും മെയിൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ബഡ്ജറ്റ് തന്നെയാണ്. അപ്പം ഒരു പ്രോട്ടീനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അനുസരിച്ച് അത് ഹെൽപ്പ് ചെയ്യും, നല്ല രീതിയിലാവും. പിന്നെ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക്, സാധാരണപ്പെട്ട ആൾക്കാരുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ജിമ്മിലോട്ട് ചെന്ന് അങ്ങ് ഭയങ്കര സൈസ് ആവണം, അങ്ങനെ സൈസ് ആവുന്നവർ മാത്രമാണ് ബോഡി ബിൽഡിങ്. അങ്ങനെയൊക്കെ അത് വെറും തെറ്റിദ്ധാരണയാണ്. ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നതും ജിം എന്ന് പറയുന്നതും ഒക്കെയാണ്, അതൊരു ഡിസിപ്ലിനാണ്. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് നമ്മുടെ എല്ലാ ദിവസത്തെ ഒരു ദിനചര്യ പോലെ പോകുന്ന ഒരു കാര്യമാണ്. അതങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡിസിപ്ലിൻ ആവും. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ആവും. പിന്നെ നമ്മുടെ ക്യാരക്ടറിനെ നല്ല രീതിയിൽ എഫക്റ്റ് ആവും. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറുകൾ, പിന്നെ അതങ്ങനെ ഒത്തിരി നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടും. അല്ലാതെ ഒരു പെട്ടെന്നൊരു ബൾക്ക് രീതിയിൽ ഒരു ഹൾക്ക് മാതിരിയാവുന്ന അത് മാത്രമല്ല ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. മെയിൻ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കുന്ന ഒരു മെയിൻ മെത്തേഡ് തന്നെയാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ ഒത്തിരിയും കാര്യങ്ങളിലെ അഡിഷൻ നല്ല രീതിയിൽ നമുക്ക് കുറയും. അങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട് ബോഡി ബിൽഡിങ്ങിന്. പിന്നെ നമ്മൾ മെയിൻ പ്രോട്ടീനിലേക്ക് വരുമ്പം പ്രോട്ടീൻ ചൂസ് ചെയ്യുമ്പം അതിന് ഒത്തിരിയും കെമിക്കൽസ് ഉണ്ട് എന്ന് നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. പ്രോട്ടീൻസിന് ഒത്തിരി കെമിക്കൽസ് ഉണ്ട്. നമ്മുടെ അമ്മമാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ അതൊക്കെ ഭയങ്കര വിഷമോ മറ്റേതാന്നൊക്കെ പറയും. എന്നാൽ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം തന്നെ പറയാം. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിൽ എന്തെല്ലാം കെമിക്കൽസ് ഉണ്ട്. നമ്മൾ ഡെയിലി ഇപ്പം ഒരു ബജ്ജിക്കടയിൽ പോകുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഉദാഹരണം, നമ്മളെല്ലാവരും പോകാറുണ്ട്, ഞാനടക്കമുള്ള എല്ലാവരും പോകാറുണ്ട്. നമ്മൾ ബജ്ജിക്കടയിൽ പോകുന്നു, ഡെയിലി നമ്മൾ ബജ്ജി കഴിക്കുന്നു. അത് നമ്മളെ ലാസ്റ്റിലേക്ക് എന്താ ഒരു അസുഖത്തിന് അഡിക്ഷൻ ആക്കും. കാരണം അസുഖത്തിലേക്ക് എത്തിക്കും. കാരണം നമുക്ക് കൊളസ്ട്രോൾ വരാം, മറ്റ് അസുഖങ്ങൾ വരാം, അങ്ങനെ എന്തെല്ലാം അസുഖങ്ങൾ വരാം ഡെയിലി ബജ്ജി കഴിച്ചാൽ. നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആണത്. അതുപോലെ നമ്മൾ വീട്ടിലേക്ക് അടുക്കളയിലേക്ക് വാങ്ങിക്കുന്ന എന്തെല്ലാം ഐറ്റംസിൽ കെമിക്കലാണ്, നല്ല രീതിയിൽ കെമിക്കൽ ചേർന്നിട്ടുണ്ട്. ഈ ഇപ്പൊ ഇറങ്ങുന്ന പച്ചക്കറികള്, ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരെ സ്ഥിരം കഴിക്കുന്നവർക്ക് വരും. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തൊക്കെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ അസുഖമായിട്ടുള്ള അസുഖങ്ങളെല്ലാം വരാം. അപ്പൊ അതിലുള്ള കെമിക്കലുകൾ പോലും നമ്മൾ കാണുന്നില്ല. പ്രോട്ടീൻ പൗഡറാണ് ഏറ്റവും വലിയ കെമിക്കൽ എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത്. പക്ഷേ അത് വെറും തെറ്റായ ഒരു ധാരണ തന്നെയാണ്. പ്രോട്ടീൻ പൗഡേഴ്സ് എന്ന് പറയുന്നത് ഒരു എന്തുവാ പറയുന്നത്, കെമിക്കലിന്റെ അങ്ങേ അറ്റം പറ്റിയ ഒരു സാധനം അങ്ങനെയൊന്നുള്ള ഇതൊന്നുമല്ല. എല്ലാത്തിലും നമുക്ക് കെമിക്കൽസ് ഉണ്ട്, എല്ലാത്തിലും നേരിയ ഒരു കെമിക്കൽസ് ഉണ്ട്. അതിലെല്ലാം 100% നാച്ചുറൽ പ്യൂർ അങ്ങനൊന്നും അല്ല. പക്ഷെ പ്രോട്ടീൻ പൗഡർ നമുക്ക് ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അതങ്ങനെ സൈഡ് എഫക്റ്റ് അങ്ങനെ ഇതൊന്നും ചെയ്യത്തൊന്നുമില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഗൂഗിൾ ചെയ്യുക. മറ്റൊരാൾ ഇപ്പം പിന്നെ ഞാനിത് പറഞ്ഞു, ഞാൻ പ്രോട്ടീൻ പൗഡറിൽ കെമിക്കൽ ഇല്ല, അല്ലെ പ്രോട്ടീൻ പൗഡർ കൊണ്ട് അങ്ങനെ ദോഷം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പം വേറൊരാൾ പറയണം അത് അങ്ങനെ അല്ല, മറ്റേതാ. അപ്പൊ നിങ്ങൾ അങ്ങനെ കേൾക്കാൻ നിൽക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഗൂഗിൾ ചെയ്യുക. നിങ്ങൾ എല്ലാവർക്കും ഇപ്പം പിന്നെ ആൻഡ്രോയിഡ് ഫോൺ ഉള്ള ആൾക്കാരാണ് എല്ലാവർക്കും നെറ്റ് യൂസ് ചെയ്യാനും അറിയാം. നിങ്ങൾക്ക് ഇതിന് എന്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് മറ്റൊരാൾ പറയുന്നത് വിശ്വസിക്കാതെ, പ്രോട്ടീൻ പൗഡർ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എന്ത് ഐറ്റം ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റ് അതിനകത്ത് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ട്, എന്തൊക്കെ പോസിറ്റീവ് ഉണ്ടെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. യൂട്യൂബ് അല്ല, ഗൂഗിൾ ചെയ്ത് നോക്കുക. യൂട്യൂബിൽ ഞാൻ അടക്കമുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്, ഓരോ പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരവരുടെ രീതിയിൽ അനുസരിച്ചുള്ള വീഡിയോ അല്ലെ അവരവരുടെ അറിവ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളത് 100% ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാണോ എന്നറിയാൻ നിങ്ങൾ ഗൂഗിൾ ചെയ്യും. അപ്പം അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ, നെഗറ്റീവ്, പോസിറ്റീവ് എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം നിങ്ങൾ അത് ചെയ്യുക. അതാണ് മെയിൻ മെത്തേഡ്. നിങ്ങൾ ഒരാളെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നത് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക. ഗൂഗിൾ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അത് നമ്മുടെ അച്ഛനും അമ്മമാരോട് ചേർത്താണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും വർഷങ്ങളായിട്ട് പറയുന്നത് പ്രോട്ടീൻ പൗഡർ ഭയങ്കര മാരക വിഷമാണ്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമേ ഉള്ളൂ. ഒന്നും വേണ്ട. അർണോൾഡ് ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഒരു ലെജൻഡാണ്. നമ്മുടെ ഇടയിൽ ഒരു ലെജൻഡ് തന്നെയാണ് അർണോൾഡ് എന്ന് പറയുന്നത്. പുള്ളിക്ക് ഇപ്പം എത്ര വയസ്സുണ്ട്? പുള്ളിക്കാരൻ ഇപ്പോഴും പയർ പോലെ ജിം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നുണ്ട്, മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം യൂസ് ചെയ്ത ഒരാളാണ്. ഇപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഈ ഏജിൽ. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെഡിസിൻസ് ഒന്നും യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ ബോഡി ബിൽഡിങ്, വലിയ കോമ്പറ്റീഷൻ ലെവലുകൾ, അല്ലെ വലിയ വേറൊരു ലെവലിലേക്ക് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ അതെന്തോന്ന് വെച്ചാൽ ചെയ്യുക. പക്ഷെ നോർമൽ ഒരു ബോഡി ബിൽഡിംഗ് അല്ലെ ഒരു നോർമൽ ഫിറ്റ്നസ് ആഗ്രഹിച്ച് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രോട്ടീൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് യൂസ് ചെയ്ത് പോവുക. പ്രോട്ടീൻസ് ഒക്കെ യൂസ് ചെയ്ത് നോർമൽ ഡയറ്റൊക്കെ കീപ്പ് ചെയ്ത് കറക്റ്റ് സ്ലീപ്പ്, കറക്റ്റ് പിന്നെ വർക്കൗട്ട്, അതൊക്കെ ആയിട്ട് കറക്റ്റ് റെസ്റ്റ് ഒക്കെ ആയിട്ട് കറക്റ്റ് ലെവലിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യും ഒരു റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാവുന്ന ഒരു റിസൾട്ട് അല്ല. അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, കഷ്ടപ്പെടണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രോട്ടീൻ ചൂസ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രോട്ടീൻ തന്നെ ചൂസ് ചെയ്യുക. വില കുറഞ്ഞ ഇഷ്ടം പോലെ പ്രോട്ടീനുകൾ നമുക്ക് മാർക്കറ്റിലുണ്ട്. അതിൻ്റെയൊക്കെ നമുക്ക് അതിൻ്റെ പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, പ്രോട്ടീൻ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ, ഷുഗർ കണ്ടന്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിലപ്പം അവർ ഇതിനെക്കാട്ടി നോർമൽ ഒരു കമ്പനി സാധനം തരുന്നതിനെക്കാട്ടി കൂടുതലൊക്കെ ആയിരിക്കും ഇട്ടേക്കുന്നത്. അതൊന്നും നിങ്ങൾ പിന്നെ ആ ഒരു വില കുറവ് കണ്ടും ആ ഒരു ഇത് കണ്ടിട്ട് ഒരിക്കലും പോയി ബൈ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ബൈ ചെയ്യുമ്പം ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രോട്ടീൻ ചൂസ് ചെയ്യാൻ.
കാരണം വില കുറവ് കണ്ട് ഒരിക്കലും പ്രോട്ടീൻ എടുക്കരുത്. മെയിൻ ബ്രാൻഡുകൾ ഒരിക്കലും നല്ല സാധനം ഒരിക്കലും നമുക്ക് ചീപ്പ് ക്വാളിറ്റിയിൽ കിട്ടത്തില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ചീപ്പ് ക്വാളിറ്റിയിൽ ഒരിക്കലും നല്ല സാധനം കിട്ടത്തില്ല. നിങ്ങൾക്കൊരു വേയാണ് വേണമെന്നുണ്ടെങ്കിൽ ആ വേയ്ക്ക് ആവശ്യമായിട്ടുള്ള വില തന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതൊരിക്കലും ചീപ്പ് റേറ്റിൽ കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്കൊരു മാസ് ഗെയിനർ ആണ് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാസ് ഗെയിനർ എടുക്കുക. അല്ലാതെ ഏതെങ്കിലുമൊക്കെ ലോക്കൽ മാസ് ഗെയിനർ എടുത്ത് നിങ്ങളുടെ ബോഡി വെറുതെ ചീത്തയാക്കി കളയരുത്. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു മാസ് ഗെയിനർ എടുക്കുക, നല്ലതാണ്. പിന്നെ ഒരു പേഴ്സണൽ സജഷനായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ഇടയ്ക്ക് ഫിഷ് ഓയിലൊക്കെ കൊടുക്കുക. ഇടയ്ക്കെന്നല്ല, ഡെയിലി കൊടുക്കാം. ഫിഷ് ഓയിൽ കൊടുക്കാം. ഫിഷ് ഓയിൽ ടാബ്ലറ്റ്സ് കിട്ടും, അത് കൊടുക്കാം. അത് യാതൊരു രീതിയിലും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും തരുന്നതല്ല. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജോയിൻസിനും പിന്നെ മസിൽ റിക്കവറിക്കും ഒക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. ഒരു പ്രൊഫഷണൽ രീതിയിൽ പോകുന്ന ഒരാളിനോടാണ് ഞാൻ ഇത് പറയുന്നത്. ഒരു ബിഗിനർ ആയിട്ടുള്ളവരാണ് ഇത് കുറച്ചുകൂടെ സെർച്ച് ചെയ്യുക. പിന്നെ ക്രിയാറ്റിൻ യൂസ് ചെയ്യാം. ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ചാടി കയറി ക്രിയാറ്റിൻ എടുക്കരുത്. നിങ്ങളുടെ മാസ്റ്റർ ആരാണോ അല്ലെ ട്രെയിനർ ആരാണോ അവരോട് സജഷൻ ചോദിച്ച് അവരുടെ ഒപ്പീനിയൻ പ്രകാരം മാത്രം നിങ്ങൾ ക്രിയാറ്റിൻ എടുക്കുക. അവർക്ക് ക്രിയാറ്റിൻ എടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ക്രിയാറ്റിൻ യൂസ് ചെയ്യുക. ചാടി കയറി ഒരു ബിഗിനറാണ് ഓടിച്ചെന്ന് ക്രിയാറ്റിൻ എടുക്കരുത്. പ്രോട്ടീൻ പൗഡർ എടുക്കുന്നതിൻ്റെ കൂട്ടല്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ പൗഡർ നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ ചൂസ് ചെയ്യാം. മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫൈഡ് ട്രെയിനറിൻ്റെ അടുത്തുനിന്ന് മാത്രം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുക. ഒരിക്കലും ഓടിച്ചെന്നിട്ട് ഒരു അബദ്ധത്തിൽ നിങ്ങൾ ചാടരുത്. എൻ്റെ കൂട്ടുകാരൻ അതിൽ ചാടി, അതുകൊണ്ട് ഞാനും പുറകെ പോകുന്നു ഒരിക്കലും എടുക്കരുത്. ജിമ്മൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന കാര്യമാണ്. പിന്നെ പ്രോട്ടീൻ പൗഡേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർ അച്ഛന്മാരെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണ വെറുതെയാണ്, തെറ്റാണ്. ഇതൊരിക്കലും ഒരു മാരകമായിട്ടുള്ള ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ബോഡിക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള സാധനം തന്നെയാണ്. നമ്മളത് പ്രോട്ടീൻ ചൂസ് ചെയ്യുമ്പം നമ്മളെ ബിഗിനേഴ്സോ നമ്മുടെ പുതിയ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ആയിട്ട് ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണേലോ അല്ലെ ജിമ്മിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണേലോ അല്ലെ ഇതുവരെ പ്രോട്ടീൻസ് യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണേലോ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് പ്രോട്ടീൻ എടുക്കുക. അത് മെയിൻ കാര്യമാണ്. നിങ്ങൾക്ക് ബൾക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ മാസ് ഗെയിനറോ കാര്യങ്ങളോ എടുക്കുക. നിങ്ങൾക്ക് കട്ടിങ്ങും ക്ലീൻ ബോഡിയുമാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേ പ്രോട്ടീൻ എടുക്കുക. അപ്പം രണ്ടിടത്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഡയറ്റ് മസ്റ്റാണ്. ഡയറ്റ് എടുക്കാതെ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾ മറ്റേ എന്തുവാ വേ പ്രോട്ടീൻ എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വേ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. നല്ല രീതിയിൽ ഡയറ്റും നല്ല രീതിയിൽ വർക്കൗട്ടും ഫോളോ അപ്പ് ചെയ്യണം. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡയറ്റ് തന്നെ ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് കട്ട് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും. നല്ല രീതിയിൽ തന്നെ ഡയറ്റ് ചെയ്യണം. പിന്നെ ഗെയിൻ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. എന്നാലും അവർക്ക് നല്ല രീതിയിൽ ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറ്റ് എടുക്കണം. കുറച്ചൊക്കെ അവരും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഗെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഗെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. എന്നാൽ കട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതിൽ ഏറ്റവും മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതി വേണേലും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു നല്ല രീതിയിൽ കഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം കൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബോഡി സെറ്റ് ചെയ്യാം. അത് ഗെയിൻ ചെയ്യുവായാലും കട്ട് ചെയ്തെടുക്കുവാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ചെയ്യാം. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസവും കോസ്റ്റും കാര്യങ്ങളും എല്ലാം. മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യണമെന്നൊരു കാര്യമാണ് നിങ്ങളുടെ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. പ്രോട്ടീൻ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര കലോറി നിങ്ങളുടെ ബോഡിയിലേക്ക് എത്തണം, എത്ര പ്രോട്ടീൻ എത്തണം, എത്ര കാർബ് എത്തണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒരു ചാർട്ടാക്കി നിങ്ങൾ അങ്ങനെ അത് ഫോളോ അപ്പ് ചെയ്യുക. ആ ഒരു ചാർട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നിങ്ങളുടെ ബോഡി പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. അങ്ങനെ ആ ഒരു ഫോളോ അപ്പ് ചെയ്യുകയാണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഇതിലുള്ള ഒരു സജഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അച്ചീവ് ചെയ്യാം, ഓരോ മെത്തേഡ് ചൂസ് ചെയ്യാം. പക്ഷേ ഇതാകുമ്പം ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ആകുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഗോൾസൊക്കെ ഒന്നുകൂടെ ഫാസ്റ്റർ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് പ്രോട്ടീൻ എടുക്കുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പോയി എടുക്കുമ്പം ഷോപ്പിൽ നിന്നായാലും ഓൺലൈനിൽ നിന്നായാലും, നമുക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കുന്നത് എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഓൺലൈനിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ വന്നാൽ മാത്രമേ നമുക്ക് അത് QR കോഡ് സ്കാൻ ചെയ്ത് നോക്കുവോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ചെക്കുകൾ ചെയ്യാൻ പറ്റൂ. ചില പ്രൊഡക്റ്റ് ഒന്നും റിട്ടേൺ ഓപ്ഷൻ ചിലപ്പോൾ കാണത്തില്ല. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക. നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക.
കാരണം റിട്ടേൺ ഓപ്ഷൻ ഇല്ലാതൊക്കെ ഫേക്ക് പ്രോഡക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ വെറുതെ പോത്തേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും നോക്കുക. അപ്പം ഒരു ഷോപ്പിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒറിജിനൽ പ്രോഡക്ട്സ് നേരിട്ട് പോയി പിന്നെ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഓൺലൈനിൽ എപ്പോഴും നമ്മുടെ കയ്യിലെത്താതെ നമുക്കൊന്നും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും നോക്കണം. കയ്യിലെത്തിയ പല പ്രൊഡക്റ്റുകളും നമുക്ക് തിരിച്ചു വിടാൻ പറ്റാതെ ഫേക്ക് പ്രൊഡക്റ്റിൽ നമുക്ക് പറ്റിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഫേക്ക് പ്രൊഡക്റ്റ് ഇൻ കേസ് നിങ്ങൾ അങ്ങ് വാങ്ങിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇൻ കേസ് നിങ്ങൾ ഓൺലൈനിൽ നിന്നും എല്ലാം വാങ്ങിച്ചു, അപ്പം എന്തേലും ഇത് വാങ്ങിച്ചു യൂസ് ചെയ്ത് കളയാം എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാവും, മറ്റ് പ്രോബ്ലംസ് ഉണ്ടാവും, സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും. ഈ പ്രോട്ടീൻ കഴിച്ച് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഫേക്ക് പ്രൊഡക്റ്റുകളിൽ ചെന്ന് പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഫേക്ക് പ്രൊഡക്റ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോയാലും ശരി നിങ്ങൾ അത് ഉപയോഗിക്കാൻ പോകരുത്. 100% ഞാൻ പറയുകയാണ്, ഫേക്ക് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ജെനുവിൻ ആണെന്ന് ഉറപ്പായതിനു ശേഷം പ്രൊഡക്റ്റ് ബൈ ചെയ്യുക. ഇൻ കേസ് ഓൺലൈനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രസ്റ്റ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് കിട്ടിയെന്നിരിക്കട്ടെ, അങ്ങനെ കിട്ടി ചെയ്ത് ആ ഡീലറിനെ നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെക്കുക. ആ ഡീലറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ പിന്നെ നിങ്ങൾ മാക്സിമം ബൈ ചെയ്യാൻ നോക്കുക. അപ്പം ഇപ്പോഴും ഞാൻ പറയുന്നു, ഓൺലൈനിൽ ചെന്നാലും ഇപ്പോൾ ആമസോണിൽ നിന്നായാലും ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും അതിൽ അഷ്വേർഡ് ആയിട്ടുള്ള ഇതുകളുണ്ട്, അതെടുക്കുക. ആമസോണിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സെല്ലർ ഓപ്ഷൻസും ഉണ്ട്, അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ മറ്റ് ന്യൂട്രാബേ ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും. ഇതുപോലുള്ള പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ചെയ്യും.